ഇന്ന് വൈകുന്നേരമായിരുന്നു അച്ഛൻ പറഞ്ഞു നമുക്കൊന്ന് മൂത്തേൻ്റെ അടുത്ത് പോയിട്ട് വന്നാലോ എന്ന്. അങ്ങനെ ജോലി കഴിഞ്ഞ് നേരെ പോയത് അങ്ങോട്ടേക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചിട്ട് ഇവിടെ ഫുള്ള് പച്ചപ്പാണ്, എങ്ങോട്ട് നോക്കിയാലും പച്ച. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഇവിടെ ആയിക്കോട്ടെ പശുവുണ്ട്, കോഴി ഫാമുണ്ട്, കൃഷിയുണ്ട്, ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം നമ്മൾ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മൂത്തിയും ഏട്ടനും ഏട്ടൻ്റെ മോളും ഒക്കെ. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് പ്രകൃതി സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രകൃതി രമണനെ നോക്കി നിന്നപ്പോഴാണ് വന്ന കാര്യം മറന്നുപോയത്. ഇളയേട്ടൻ്റെ മൂക്ക് പനിയായിരുന്നു, അപ്പം അതറിയാനും കൂടിയാണ് വന്നത്. അപ്പോൾ ആ വീട് കുറച്ച് അപ്പുറത്താണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്, വയലോട്ട് തന്നെ വേണം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് കൃഷിയാണ്, ഇതൊക്കെ മൂത്തയുടെ വാഴ കൃഷിയാണ്. മൂത്തയ്ക്ക് ഇത് തന്നെയാണ് പണി. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ മൂത്തയുടെ ഹോബി ഇതാണ്, കൃഷി എന്ന് പറയുന്നത്. പിന്നെ കരിമ്പിൻ്റെ കൃഷിയൊക്കെയാണ്, ഇത് കരിമ്പാണ്. അപ്പോൾ എന്താണ് എല്ലാ തരത്തിലുള്ള കൃഷി ഇവിടെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. ഒരു മഴയൊക്കെ പെയ്യിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം പോലത്തെ ഒരു സ്വർഗം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വയലോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ഞാൻ പറ്റുന്ന എല്ലാ വീഡിയോസും ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മൂത്തതേ അവിടെ ഇരുന്ന് എന്തോ ചെയ്യാണ്. എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് എന്തോ അടുത്ത കൃഷിക്കുള്ള പരിപാടിയാണെന്ന്. അപ്പോഴാണ് അറിഞ്ഞത് ഇത് ഇഞ്ചി കൃഷിയാണെന്ന്. അപ്പോൾ ഇളയേട്ടനും മൂത്തിയും കൂടിയിട്ട് ഇപ്പം ഇഞ്ചി കൃഷി നടത്തുകയാണ്. വയനാട്ടിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാ 2 പാടം ഫുൾ ഇഞ്ചിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇഞ്ചിയുടെ തൈ കാണുന്നത്, അതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ മൂത്തി ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ അതിൻ്റെ വളവും അതിൻ്റെ നടുന്ന രീതിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അച്ഛന്. അപ്പോൾ നോക്കിയേ ഫുൾ ഇഞ്ചി, എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല അതിൻ്റെ കള പറിക്കുക നമ്മൾ പറയും, അതായത് അതിന് ചുറ്റും വരുന്ന ഈ പുല്ലുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പറിക്കുകയാണ് മൂത്ത. അപ്പോൾ ഇത് തീറ്റപ്പുല്ലാണ്. തീറ്റപ്പുല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പശുവിനൊക്കെ കൊടുക്കുന്നില്ലേ, ആ ഒരു പുല്ലാണിത്. 2 കണ്ടം ഫുള്ള് തീറ്റപ്പുല്ലുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് ഏട്ടൻ്റെ വീട് ഇരിക്കുന്നത്. ആ കാണുന്നതാണ് ഏട്ടൻ്റെ വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് അതൊരു കുറച്ചൊരു കുന്നിൻ്റെ പുറത്ത് പോലെയാണ് വീട്. അവിടുന്ന് അങ്ങ് താഴേക്കുള്ള കാഴ്ചയാണ് അതിമനോഹരമാണ്. ഒരു മഴയൊക്കെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഇതൊരു കട്ടൻ ചായയൊക്കെ ആയിട്ട് നിന്നാൽ ഇതുപോലൊരു സ്ഥലം ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം കണ്ടതാണേലും ഒരു കുഴപ്പമില്ല, അവൾ സ്കൂളൊക്കെ പോയി തുടങ്ങി. പിന്നെ ഈ ഒരു വീട് കണ്ടോ, ഇത് നമ്മൾ പണ്ട് ഭാർഗവി നില എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഇതിനകത്ത് പ്രേതമുണ്ട് ഭൂതമുണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ കുട്ടിയാരിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പണ്ടുള്ളവർ. അപ്പോൾ ആ ജനലിൽ കൂടെയൊക്കെ ഇങ്ങനെ പ്രേതം ഇങ്ങനെ എത്തി നോക്കുന്നു, ആളെ കൊന്നു കഴുത്തിൽ ചോര മുടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പണ്ടേ ഈ വീട് കാണുമ്പോൾ ഒരു പേടിയാണ്. ഏട്ടനിപ്പോൾ പുതിയതായിട്ട് ഇവിടെ വീടെടുത്തതാണ്. ഇതൊക്കെ കെട്ടുകഥയാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാൽ ഈ വീട് കാണുമ്പോൾ ഇപ്പോഴും ഒരു പേടിയാണ്, എന്താണെന്നറിയില്ല. അങ്ങനെ ആ വീടിങ്ങനെ സൂം ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും നല്ല പേടിയുണ്ട്. അങ്ങനെ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് തന്നെ പോയി മൂത്തേൻ്റെ അടുത്തേക്ക്. അപ്പോൾ മൂത്തി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു നമ്മളെ. അപ്പോൾ രാത്രിയായി, കുറച്ച് വെട്ടം കുറവുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. മൂത്ത നല്ല അടിപൊളി പഴുത്ത ചക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറേ കഴിച്ചു. അപ്പോൾ മൂത്തി ഇപ്പം പറയുന്നത് എൻ്റെ വീഡിയോ എടുക്കില്ലേ എന്നാണ്. ഞാനങ്ങനെ ചെയ്യുമോ മൂത്തേ, ഇത് എന്തായത്? അങ്ങനെ കുറേ നേരം കൂടി അവിടെ ഇരുന്ന് രാത്രിയല്ല സന്ധ്യ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ ബൈ.